പ്രത്യേകിച്ച് ഇന്നലെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ വാട്സപ്പിലൂടെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും യുപിയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രത്തിലോ നടന്ന സംഭവമല്ല. നമ്മുടെ സാക്ഷാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ദീനീ ബോധമുള്ള നാടെന്നറിയപ്പെടുന്ന മലപ്പുറത്തിന്റെ ഒരു ഭാഗത്ത് നടന്ന ഒരു സംഭവം. അതായത് ഒരാൾ രണ്ട് ചാക്ക് നിറയെ വിലപ്പെട്ട സാധനം കൊണ്ടുവരുമ്പോൾ പറയുന്നുണ്ട്, ഇത് കോടിയേക്കാളും വിലയുള്ള സാധനമാണ് ഈ ചാക്കിലുള്ളത്. അത്ഭുതത്തോടു കൂടി ഇങ്ങനെ പ്രതീക്ഷ എങ്ങനെ പറയുമ്പോൾ പ്രതീക്ഷയോടെ നോക്കാൻ എന്ത് സ്വർണ്ണായിരിക്കോ അല്ലെങ്കിൽ മുത്തായിരിക്കോ വെള്ളിയായിരിക്കോ ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ ചാക്കിൽ നിന്നിട്ട് അയാൾ പുറത്തെടുക്കുന്നത് എന്തറിയോ? പരിശുദ്ധമായ ഖുർആനിന്റെ പതിപ്പുകളാണ്. ഒരുപാട് പരിശുദ്ധമായ ഖുർആൻ, പഴയ ഖുർആൻ എന്നല്ല, പുതിയ, അതിന്റെ തട്ടിന് പോലും അതിന്റെ ബൈൻഡിന് പോലും ചെറിയൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആനാണ്. എന്നിട്ട് അയാൾ പറഞ്ഞെന്തറിയോ? ഇത് ഞാൻ ഏതെങ്കിലും ബുക്സ്റ്റാളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ കുതുബഖാനയിൽ നിന്നിട്ട് കൊണ്ടുവന്നതല്ല. പിന്നെയോ നമ്മുടെ മലപ്പുറത്തിന്റെ വേങ്ങര ഭാഗത്തിലുള്ള ഒരു ഗുജിരി ആക്രി അങ്ങാടിയിൽ നിന്നിട്ട് ഗുജിരിയുടെ പീടികയിൽ നിന്നിട്ട് കൊണ്ടുവന്ന സാധനമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞു. എത്തിപ്പോയി മോഹി. പരിശുദ്ധമായ ഖുർആനിന്റെ നല്ല രൂപത്തിലുള്ള പതിപ്പുകൾ, ആ പതിപ്പുകള് മുസ്ലിം വീടുകളിൽ നിന്നുള്ള ഉമ്മമാരും മുസ്ലിം വീടുകളിലുള്ള സഹോദരന്മാർ അവരുടെ വീടുകളിൽ അതിന് സൂക്ഷിക്കാൻ കഴിയാതെ കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ്? കുതിരി കച്ചവടം നടത്തുന്ന ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അന്നേരം പറയാം, ഇത് ഞങ്ങൾ വാങ്ങിയത് ഒരു മുസ്ലിമായ കുതിരി കച്ചവടം നടത്തുന്ന ഒരു ദുഃഖാനുള്ള പീടിയുള്ള സഹോദരന്റെ കയ്യിലല്ല, അമുസ്ലിമിന്റെ കയ്യിൽ നിന്നിട്ടാണ്. ആ അമുസ്ലിം ഞങ്ങളെ ഫോൺ വിളിച്ചതാണെന്ന് പറഞ്ഞത്. കാരണം ഈ പരിശുദ്ധമായ ഖുർആൻ ഒരു മതത്തിന്റെ ഗ്രന്ഥമല്ല, ഒരു മതത്തിന്റെ ഗ്രന്ഥമാണ്. ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമായ മതത്തിന്റെ എല്ലാ വിലക്കുകളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ പീടികയിൽ എത്തിയപ്പോ അതിനെ ബഹുമാനിക്കണമെന്ന് അറിയുന്ന ബോധമുള്ള മുസ്ലിം അല്ലാത്ത ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞപ്പോ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അട്ടിക്കിടക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. ഇതൊരു മുസീബത്താണ് മോമിനീങ്ങളെ, എന്തൊരു അപകടമാണ്. പരിശുദ്ധമായ ഖുർആനിനെ സൂക്ഷിക്കാൻ പോലും കഴിയാത്ത മുസ്ലിം സമുദായം എവിടേക്കാണ് കാലത്തിന്റെ പോക്കെന്ന് അറിയുന്നില്ല. ആരെങ്കിലും എവിടെയെങ്കിലും മുസാഫ് കത്തിക്കുമ്പോ അല്ലെങ്കിൽ മുസാഫിനോട് ചെറിയ ബഹുമാനക്കുറവ് കാണിക്കുമ്പോ അതിന്റെ പേരിൽ ഈമാനുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ഈമാനെ നിയന്ത്രിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു കാലം. കാലത്തിനാണ് നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ പേടിക്കേണ്ട വിഷയമല്ല. ഏതെങ്കിലും നാടിന്റെയോ സംസ്ഥാനത്തിന്റെ വിഷയമല്ല, നമ്മുടെ നാട്ടിലാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. ഇന്നലെ ഈ ഒരാഴ്ചയോടുള്ളിൽ ഏതൊരു ബേക്കറി ഷോപ്പിൽ വരുന്ന ആളുകൾക്ക് തിന്നാൻ കൊടുക്കുന്ന സമൂസയും അതുപോലെയുള്ള സാധനങ്ങൾ കെട്ടിക്കൊടുക്കുന്ന കടലാസ്, അത് പരിശുദ്ധമായ ഖുർആനിന്റെ പതിപ്പായിരുന്നു. ഇന്നാരില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു നമ്മുടെ സമുദായം. പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആനിനെ വേണ്ടതുപോലെയുള്ള ബഹുമാനം നൽകാത്തത് കൊണ്ടല്ലേ പടക്കം പൊട്ടിക്കുമ്പോ ആ പടക്കത്തിന്റെ ഉള്ളിൽ ഉള്ള കടലാസ്, ആ കടലാസിന്റെ പതിപ്പിൽ കാണുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ എഴുത്തുകളാണ്. ഖുർആനിന്റെ കടലാസ് കൊണ്ട് പടക്കമുണ്ടാക്കുകയാണ്. എങ്ങനെ നാം ഇത് കൊടുക്കാൻ ചെറിയ പൈസക്ക് എന്തേ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല? പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ പണ്ടൊരു കാലുണ്ടായി. നമ്മുടെ ചെറുപ്പകാലം ഖുർആൻ എന്നല്ല, അറബി എഴുതിയ ഒരു കടലാസ് കണ്ടാലും അതിന് ഖുർആനിന്റെ ബഹുമാനം കൊടുത്തിരുന്ന ഒരു കാലം. ഖുർആനൊന്നുമല്ല, ഖുർആനിന്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു അറബി പത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബി കടലാസ് നമ്മുടെ കണ്ണിൽ കണ്ടാൽ അതിനെ എടുത്ത് മുട്ടിച്ചുപ്പിച്ച് അതിനെ സൂക്ഷിക്കുന്ന ഒരു നിലപാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്റെ മഹാനായ വലിയ മഹാനാണ്. ആ മഹാനായത് എന്തുകൊണ്ട്? പരിശുദ്ധമായ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ഒരു കടലാസ് അത് ചരിയിൽ കിടക്കുന്നത് കണ്ടപ്പോ അതിന് ബഹുമാനത്തോടെ എടുത്ത് കഴുകി വൃത്തിയാക്കി ശുദ്ധിയുള്ള ഒരു സ്ഥലത്തിൽ അതിനെ വെച്ചു. ആ വെക്കുന്ന സമയത്ത് മഹാനായ ബിശ്ർ തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു കള്ളുകുടിയനായിരുന്നു. കള്ളുകുടിച്ച് മസ്തായിട്ട് നടക്കുന്ന സമയത്താണ് ഒരു ചരിയിൽ ബിസ്മി എഴുതിയ ഒരു കടലാസ് കാണുന്നത്. അത് എടുത്ത് അതിനെ കഴുകി. ഇയാളാണെങ്കിലോ മസ്താനാണ്. എന്താ വസ്തു? കള്ളിന്റെ മസ്താനാണ്. ചരിത്രം പറയുന്നത് 12ഓളം കള്ളിന്റെ ഗോഡൌണിന്റെ ഉടമയായിരുന്നതാണ് വിശ്വതങ്ങൾ. കള്ള് ഷോപ്പിന്റെ അല്ല, കള്ളിന്റെ ഗോഡൌണിന്റെ ഉടമ. എത്ര? 12ഓളം കള്ളിന്റെ ഗോഡൌൺ ഉണ്ടായിരുന്നു.
അത് സൂക്ഷിച്ചു വെക്കുന്ന വലിയ കട്ടിടങ്ങൾ മൂക്കറ്റവരെ കണ്ടുപിടിച്ച് നടക്കുന്ന മനുഷ്യരായിരുന്നു. പക്ഷേ ബിസ്മി എഴുതിയ അള്ളാഹുവിന്റെ ആയത്ത് എഴുതിയ ഒരു കടലാസ് കണ്ടപ്പോൾ അതിനെ ബഹുമാനിച്ചു. അന്നത്തെ രാത്രി കിടക്കുമ്പോഴാണ് ആനായ വിശ്വതങ്ങൾ കേൾക്കുന്നത്, യാ ബിശ്ർ തയ്യബകല്ലാഹ് കമാ തയ്യബത ഇസ്മല്ലാഹ്. അള്ളാഹ് എന്ന പേരിനെ നിങ്ങൾ നന്നാക്കിയത് കൊണ്ട് നിങ്ങളെയും ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹ് നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. പിറ്റേ മുതൽ അന്ന് രാവിലെ എണീറ്റ മുതൽ വിശ്വതങ്ങളുടെ ജീവിതം മാറി. ഇന്ന് നമ്മുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാം. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് ആ പേരിനെ ബഹുമാനിച്ചതുകൊണ്ടാണ്. പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അറബി ഖുർആൻ എന്തെങ്കിലും ഖുർആനിലുള്ള അലിഫ് ബാഹ് ഹാഹ് എന്ന ബഹുമാനത്തോടെ അറബി അക്ഷരങ്ങളെ മുഴുവനും ബഹുമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയി. കണ്ടപ്പോ ഇനി വല്ലാറാണ്. ഞങ്ങളൊക്കെയും ഖുർആനെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. എന്നാലും നമ്മളെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു 30 രൂപയ്ക്ക് വേണ്ടി കിട്ടുന്ന പൈസ എത്രയാ? 30. എന്തിനാ കൊടുക്കുന്ന പൈസ കൊണ്ടിട്ടല്ല, നമ്മൾ പൊരന്റെ ഉള്ളിൽ ബുദ്ധിമുട്ടാവുണ്ടാവും. ഞാനിപ്പോ പൊരനാകുന്നത് ഭയങ്കരമായിട്ട് സെറ്റപ്പിന് പറയാം. ആ പൊരന്റെ ഉള്ളിൽ പഴയ മുസാബല കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ പൊരന്റെ വ്യാരി പോകുമെന്ന് പറഞ്ഞിട്ട് അതിനെ ഗുജറിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലമാണ്. ഇത്രയൊക്കെയും പടച്ചറപ്പ് നിയമത്തിൽ ചെയ്തപ്പോ ആ പടച്ചറപ്പിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ വേണ്ടതുപോലെ നമ്മുടെ വീടിന്റെ ഒരു ഉയർന്ന സ്ഥലത്തിൽ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് മുസ്ലിമാണ്? പിന്നെ നാം എന്ത് ഖുർആനിന്റെ വക്താക്കളാണ്? പിന്നെ നമ്മുടെ ജീവിതവും ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ്? മോഹിനിങ്ങളെ, അങ്ങനെ കൊടുക്കാനുള്ളതാണോ ഖുർആൻ? അല്ല, ഒരിക്കലുമല്ല. ഖുർആൻ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോ, അതായത് അതിനെ ചെതറി പിടിച്ച് അതിന് പേജുകൾ മരിക്കും, അത് പൊടിഞ്ഞു പോവാൻ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് വരുമ്പോ ആ ഖുർആനിനെ എന്ത് ചെയ്യണമെന്ന് മഹത്തുക്കളായ ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ്. അങ്ങനെയല്ല, പുതിയ പുതിയ മുസാഫുകളാണ്. നിങ്ങൾക്ക് അയച്ചു തരാം. കണ്ടാൽ മനുഷ്യൻ വേദനിച്ചു പോകും. ആ ചിത്രം കണ്ടാൽ പുതിയ പുതിയ ഖുർആനിന്റെ പതിപ്പുകളാണ്. അത്രയും നല്ല ഖുർആനിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? ഇതുപോലെ നല്ല റസൂലുള്ളാഹി വലിയ വലിയ മുസാഫ് കാണുമ്പോൾ ബേജാറായിപ്പോ. അതിന്റെ ഒരു പേജിന്റെ പോലും ചെറിയൊരു കീറലില്ല. അതുപോലും നമ്മുടെ മുസ്ലിം സമുദായം സുബ്ഹാനല്ലാഹ് വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു ചുറ്റുപാടിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അപകടം വലുതാണ്, മുസീബത്ത് വലുതാണ്. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി വരാൻ ഇവിടെ ഏതെങ്കിലും ഭരണാധികാരികളുടെ ആവശ്യമില്ല. പടച്ച റബ്ബിന്റെ ആ വലിയ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ സയ്യിദുനാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 100 തവണ സ്വപ്നത്തിലൂടെ പടച്ച റബ്ബുമായി മുനാജാത്ത് ചെയ്ത മഹാനാണ്. സ്വപ്നത്തിലൂടെ 100 തവണ, ഓരോ തവണ സ്വപ്നത്തിലൂടെ പടച്ച റബ്ബിനെ മുനാജാത്ത് ചെയ്യുമ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പടച്ച റബ്ബിനോട് ചോദിക്കുമായിരുന്നു, പടച്ചോനെ, നിന്റെ പൊരുത്തം കിട്ടാൻ അഹമ്മദാകുന്ന ഞാൻ എന്ത് ചെയ്യണം? നിന്റെ പൊരുത്തം കിട്ടാൻ അഹമ്മദാകുന്ന ഞാൻ എന്ത് ചെയ്യണം? ഓരോ തവണയും എന്റെ റബ്ബിനിക്ക് തന്ന മറുപടി തിലാവത്തുൽ ഖുർആൻ, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാനാണ്. 100ാമത്തെ തവണ സ്വപ്നത്തിലൂടെ മുനാജാത്ത് ചെയ്തപ്പോ 100ാമത്തെ തവണ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ചോദിച്ചു, പടച്ചോനെ, ഞാൻ എന്ത് ചെയ്യണം നിന്റെ പൊരുത്തം കിട്ടാൻ? അപ്പോഴും പടച്ചറബ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് സ്വപ്നത്തിലൂടെ മുനാജാത്തിന് പറഞ്ഞത്, ഓ അഹ്മദേ, എന്റെ പൊരുത്തം കിട്ടാൻ നീ ചെയ്യേണ്ടത് തിലാവത്തുൽ ഖുർആനാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സമാധാനം. അള്ളാഹുമായി അടുക്കാനും പടച്ചറബിന്റെ പൊരുത്തം കിട്ടാനും കാരണമായതാണ്. അതിനെ വേണ്ടതുപോലെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അതായത് നമ്മുടെ വീടിന്റെ ഡോക്യുമെന്റ്സുകളും നമ്മുടെ വീടിന്റെ ആധാരങ്ങളും അതിനെ സൂക്ഷിച്ചു വെക്കുന്ന രംഗങ്ങനെയാ? എത്ര ഭദ്രതയിലൂടെയാണ്. ഏതെങ്കിലും ഒരു സാധനമാകും അതിന്റെ ഒരു ഗ്യാരണ്ടി കാർഡ് കിട്ടിയാൽ അതിനെ ഞങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കി കളഞ്ഞു പോകരുതെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ സൂക്ഷിച്ചു വെക്കലുണ്ട്. എന്നാൽ ഖുർആനിനോട് ആ ഒരു ആദരവ് കാണിക്കാൻ, ആ ഒരു ബഹുമാനം കാണിക്കാൻ നാം തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും നമ്മുടെ വീടുകളിൽ എത്ര റാക്കുകളുണ്ട്, എത്ര കപ്പാട്ടുകളുണ്ട്. ഏതെങ്കിലും ഒരു കപ്പാട്ടിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറിലാക്കി അവിടെ വെച്ചാൽ അതൊരു ബർക്കത്തല്ലേ? നമ്മുടെ വീടിന്റെ ബർക്കത്തല്ലേ? നമ്മുടെ വീടിന്റെ അതൊരു ഐശ്വര്യമല്ലേ? ഓതണ്ട, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഖുർആൻ ഉണ്ടായാൽ തന്നെ അത് വലിയ ബർക്കത്താണ്. പക്ഷെ ആ ബർക്കത്ത് പോലും വേണ്ടെന്ന് തീരുമാനിച്ച ഒരു സമുദായമാണ് നമ്മുടെ ഇടയിലൂടെ കഴിഞ്ഞു പോകുന്നതെങ്കിൽ ദുരിതം മുസീബത്ത് വരുമ്പോ അവരെ മാത്രമല്ല എല്ലാവരെയും പിടികൂടുന്നതാണ്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ബോധം നൽകുമാറാകട്ടെ. ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ചില്ലറ പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഖുർആനിനോടുള്ള ആ താല്പര്യ കുറവുകൊണ്ട് നമ്മുടെ ഖുർആനോ നമ്മുടെ മക്കൾ മദ്രസയിൽ ഓതിപ്പടിച്ച തജ്വീദ്, ഫിഖ്, അതുപോലെ അഖ്ലാഖ്, അഖീദ പോലെയുള്ള ആ കിതാബുകൾ, സുബ്ഹാനല്ലാഹ്, അതുപോലെ നമ്മുടെ മക്കൾ മദ്രസയിൽ എഴുതിയ നോട്ട് ബുക്കുകൾ, ആ ബുക്കുകളിൽ ഒരുപാട് അള്ളാഹിന്റെ പേരുണ്ടാവും.
ഒരുപാട് പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ പേരുണ്ടാവും, സ്വലാത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനൊക്കെയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും വിജയിക്കാൻ വരുമ്പോൾ അതിന് കൊടുക്കാനല്ല. കൊടുത്താൽ എന്താ പ്രശ്നം? എന്താ? അത് എവിടെയെങ്കിലും പോയി ചളിയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ ഇസ്ലാമിന്റെ ബഹുമാനം കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപയോഗിച്ചാൽ അതിന്റെ കുറ്റബോധം അത് വിൽപ്പന നടത്തിയ ആളുകൾ വഹിക്കേണ്ടി വരും. അതിന്റെ മുസീബത്ത് നാട് മുഴുവനും വഹിക്കേണ്ടി വരും എന്നതാണ്. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്ക് ഈ മെസ്സേജ് കൂടുതലായി നമ്മുടെ നാടുകളിലുള്ള വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇങ്ങനെ ഒരു ചുറ്റുപാട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെതല് പിടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത അവസാനമാണെങ്കിൽ എന്താ മഹാന്മാർ പറഞ്ഞത്, ഒരു ചട്ടിയിൽ അതിനൊക്കെ ആക്കിയിട്ട് നല്ല രൂപത്തിൽ അതിനെ കരിച്ചു കളയണം. ഖുർആനിന്റെ അക്ഷരങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ മാഞ്ഞിക്കളയുന്ന രൂപത്തിൽ അതിനെ കരിച്ചു കളയാം. ഒരു ചട്ടിയിലാക്കി കഴിയുന്നുണ്ടോ അത് മുഴുവനും ഖുർആനിന്റെ അക്ഷരങ്ങൾ മാഞ്ഞു പോയാൽ പിന്നെ നമുക്ക് എന്താക്കാം, ഒലിക്കുന്ന പുഴയിലൂടെ അതിന് ഒലിച്ചുവിടാം. അക്ഷരം ബാക്കിയില്ലെങ്കിൽ പറ്റൂല. എനിക്ക് ആ നല്ലത് മഹാന്മാർ പറഞ്ഞു, ഒരു കുഴി തോണ്ടിയിട്ട് ആ കുഴിയുടെ ഉള്ളിലാക്കിയിട്ട് മണ്ണ് മൂടുക എന്നതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നല്ലാതെ സുബ്ഹാനല്ലാഹ് ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫ്രീയായിട്ട് ഏതെങ്കിലും വിധിക്കാൻ വരുമ്പോ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കലോ അല്ല വേണ്ടത്. ഇതാണ് ഖുർആൻ മഹാന്മാർ പഠിപ്പിച്ചത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മെസ്സേജ് ഓരോരുത്തരിലേക്ക് എത്തിച്ചു കൊടുക്കാം. വളരെ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കത്തോട് നമ്മുടെ ഈമാൻ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. എത്രയോ മഹാന്മാർ അവരുടെ അവസാന സമയത്ത് രക്ഷപ്പെട്ടത് തന്നെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടായിരുന്നു. അപ്പേ നമ്മുടെ ജീവിതത്തിലും ഞങ്ങൾ ധാരാളമായ ഖുർആൻ ഓതുന്ന എത്രയോ ആളുകൾ സന്തോഷം പറയുന്നുണ്ട്. മാസത്തിൽ ഖതം തീർക്കുന്നവർ, മാസത്തിൽ 2 തവണ ഖുർആൻ ഓതി തീർന്നവർ, ഗൾഫ് മതിയാക്കി വന്നിട്ട് 60-70 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തു എന്ന സന്തോഷം പറഞ്ഞവർ ഓരോരുത്തരും ഖുർആനിനെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരുമാണ്. ആ ഖുർആനിന്റെ വർക്കത്തോട് മരണസമയം നമ്മുടെ ഈമാൻ ഈ സലാമത്താക്കി തരണേ അല്ലാഹ്. നമ്മുടെ ഖുർആനോതും നിന്റെ പൊരുത്തം കിട്ടാൻ ഞങ്ങളെ സഹായിക്കുന്ന അമലായി വലിയ സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആൻ സർവ്വരോഗത്തിനും മരുന്നാണല്ലോ. എത്രയോ രോഗികൾ നമ്മുടെ വീടുകളിൽ, നാടുകളിൽ, കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പടച്ചോനെ. അല്ലാഹ് ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗികൾ, പടച്ചോനെ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ചെറുതും വലുതുമായ അസ്വസ്ഥതകളെ കൊണ്ട് കഴിയുന്നവർ, യാ അല്ലാഹ് ഈ ശിഫാഉൽ ലിന്നാസ്, ഖുർആനിൽ ജനങ്ങൾക്ക് ശിഫയുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ മുഖേന രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വേദനകൾ തീർത്തു തരണേ റഹ്മാനെ. എത്രയോ ആളുകൾ നാട്ടിലും ഗൾഫിലും ചെയ്യാത്ത കുറ്റത്തിലും അല്ലാഹുവേ കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് വേലാറായവരുണ്ട്. പടച്ചവനെ എല്ലാ കേസിൽ നിന്നിട്ടും എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മോചനം നൽകണേ അല്ലാഹ്, മോചനം നൽകണേ അല്ലാഹ്. ഗൾഫിൽ പോയിട്ട് മാസങ്ങളായി ജോലിയില്ലാതെ വലിയ വേദനയിൽ കഴിയുന്ന ആളുകൾ ഇഖാമ കഴിയാനായി, വിജയുടെ അവധി തീരാനായി ഒരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല. നാട്ടിലുള്ള ഭാര്യ മക്കളും കുടുംബങ്ങളും വേദനയിലാണ് ആയിരിക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. ഹൈറായ ജോലി നീ നൽകണേ അല്ലാഹ്. എല്ലാ സന്തോഷവും ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത് ഭാര്യ മക്കളെ പോറ്റാനാണോ, അവരെ സന്തോഷിപ്പിക്കാനാണല്ലോ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണല്ലോ. ജോലി ഇല്ലാതെ ആയാൽ എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോകും. ഹൈറായ ജോലി നീ നൽകണേ അല്ലാഹ്. ഇഖാമയുടെയും വിസയുടെയും അവധി കഴിയാനായ ആളുകൾക്ക് വേണ്ടതുപോലെ അവരുടെ സമയമാകും അതിന്റെ കാര്യങ്ങൾ നീ ശരിപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞിട്ട് ഹാജിമാർ ഇന്നും നാളെയുമായി നാട്ടിലേക്ക് ഒഴുകുകയാണ്. പടച്ചവനെ യാത്രയിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ചെയ്ത അമലുകൾ അവരിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ പള്ളിക്കാട്ടിലാണ്. ഈ പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ നമ്മുടെ ഈ പള്ളിയുടെ പല നാടുകളുടെ പള്ളികളുടെ ചുറ്റുഭാഗങ്ങൾ, അതുപോലെ നമ്മുടെ കുടുംബക്കാരായ പലരും പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ ഇന്ന് കബറിൽ കിടക്കുമ്പോ യാ അല്ലാഹ് മരിച്ചാൽ ഓടാൻ തുടങ്ങുന്നത് ഖുർആനാ, നിരന്തരമായി ഖുർആനാ. ആ ഖുർആൻ കാരണം എല്ലാ ഖബറാളികൾക്കും നീ സ്വർഗീയ സന്തോഷം നൽകണേ അല്ലാഹ്, സ്വർഗീയ സുഖം നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന ഒരു തലമുറ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നീ നിലനിർത്തണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ
ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه